ബാക്ക് വിത്ത് അനദർ അച്ചാർ റെസിപ്പി. സോ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ദിസ് ഇസ് എസ് കെ ആൻഡ് യു ആർ വാച്ചിങ് എസ് കെസ് വ്ലോഗ്സ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. സോ ഇന്ന് ഞാൻ വന്നത് തക്കാളി അച്ചാറായിട്ടാണ്. ആന്ധ്രാപ്രദേശിൽ സമ്മർ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ അമ്മമാർ ഒരു വർഷത്തേക്കുള്ള അച്ചാർ ഉണ്ടാക്കുന്ന ഒരു തിരക്കിലായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കിയാലോ തക്കാളി അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ തക്കാളിയാണ് എടുത്തത്. തക്കാളി നന്നായിട്ട് വാഷ് ചെയ്ത് ഇതുപോലെ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് വെളുത്തുള്ളി, മുളക് പൊടി, പുളി, ഉപ്പ്, പിന്നെ ഓയിൽ. 1 കിലോ തക്കാളിക്ക് 100 ഗ്രാം പുളിയാണ് ഇടേണ്ടത്. പിന്നെ പുളിയിലെ നാരൊക്കെ പോക്കിയിട്ട് ക്ലീൻ ചെയ്ത് വെച്ച പുളിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഉലുവപ്പൊടിയും ഉണ്ടാക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 2 സ്പൂൺ ഉലുവയാണ് എടുത്തത്. 2 സ്പൂൺ ഉലുവയും 4 സ്പൂൺ കടുകാണ് എടുത്തത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കരിഞ്ഞു പോകാതെ നോക്കണം. കരിഞ്ഞു പോയാൽ ഫ്ലേവർ മാറിപ്പോവും. അങ്ങനെ ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. സോ ഇവിടെ ഞാൻ ഫൈൻ പൗഡറായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗവിലേക്ക് ഒരു കടായി വെച്ചിട്ട് അത് ചൂടായ ശേഷം എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ നമുക്ക് തക്കാളി ഇട്ടിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളിയാണ്. എണ്ണയോ വെള്ളമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പാത്രങ്ങളിലും വെള്ളം ഒട്ടും പാടില്ല. വെള്ളമുണ്ടെങ്കിൽ അച്ചാർ ചീത്തയായി പോവും. അങ്ങനെ തക്കാളി ഇട്ട ശേഷം ഇതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ച പുളി ചേർക്കാം. പുളി ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി മിക്സാക്കിയ ശേഷം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അങ്ങനെ പകുതി കുക്കായിട്ടുണ്ട്. നമ്മൾ ഇത് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ പുളിയും തക്കാളിയും കൂടി മൊത്തത്തിൽ ഒരു സ്മാഷ് ആയിട്ട് വേണം വരാൻ. സോ കുറച്ച് നേരം കൂടി നമുക്ക് കുക്ക് ചെയ്യാം. അങ്ങനെ ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ പുളിയിലെയും തക്കാളിയിലെയും വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വെക്കാം. ചൂടോടെ അരയ്ക്കരുത്. ചൂടാറിയ ശേഷം മിക്സി ജാറിലേക്ക് ഓരോ സ്പൂൺ ഇട്ടുകൊണ്ട് സെക്ഷനായിട്ട് വേണം അരച്ചെടുക്കാൻ. ഞങ്ങളിവിടെ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചത്. ഇങ്ങനെ നമ്മൾ തക്കാളിയും പുളിയും പിന്നെ മുളക് പൊടി, വെളുത്തുള്ളി, ഉപ്പ്, പിന്നെ നമ്മൾ പൊടിച്ച ഉലുവയും കടുകും കൂടിയുള്ള പൗഡറാണ്.
എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഫൈൻ പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാൻ. ഇങ്ങനെ ഫസ്റ്റ് സെക്ഷൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടി അരച്ചെടുക്കാം. ഇങ്ങനെ തക്കാളി മുഴുവനും അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ 2 സെക്ഷനായിട്ട് അരച്ചത് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഫൈനലി വറവിടണം. വറവിടാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഉണക്കമുളക്, കരിവേപ്പില, വെളുത്തുള്ളി. സ്റ്റൗവിലേക്ക് ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കണം. അച്ചാറിൽ എപ്പോഴും പുളിയും ഓയിലും ആവശ്യത്തിന് ഉണ്ടാവണം, എന്നാലേ അതിങ്ങനെ കുറേ മാസങ്ങൾ നിൽക്കത്തുള്ളൂ. നമ്മൾ അരയ്ക്കുമ്പം ചേർക്കാൻ വിട്ടുപോയ മഞ്ഞൾപ്പൊടിയാണ്. ഇപ്പോൾ 1 സ്പൂൺ ചേർക്കുന്നു. യൂഷ്വലി അരയ്ക്കുമ്പം ചേർക്കേണ്ടതാണ്. എണ്ണ ചൂടായ ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് കടുകും, ജീരകം, വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇടാം. ഞങ്ങളിവിടെ 1 കിലോ തക്കാളിയാണല്ലോ എടുത്തത്, അപ്പോൾ അതിനനുസരിച്ചാണ് ഇടുന്നത്. ഇതും സിമ്മിൽ വെച്ചിട്ട് വേണം ഇടാൻ. ഉഴുന്നും പരിപ്പും കൂടി ചേർക്കണം. വെളുത്തുള്ളി തോലോടെയാണ് ചേർത്തത്, തൊലി എടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് എസഫോട്ടിഡ പൗഡർ ചേർക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. ഫൈനലി നമ്മൾ ആ തക്കാളി അച്ചാറും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഫ്ലെയിം ഓഫ് ആക്കരുത്, മീഡിയമിൽ വെച്ചിട്ട് വേണം തക്കാളിയുടെ പേസ്റ്റ് ഇടാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരു 5 മിനിറ്റ് ഫ്ലെയിം മീഡിയമിൽ വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഒരു പ്രോസസ്സാണ്. പിന്നെ ഇതല്ലാതെ വേറൊരു പ്രോസസ്സുണ്ട്, അത് കുറച്ച് ലോങ് പ്രോസസ്സാണ്. തക്കാളി പീസസ് ആയിട്ട് കട്ട് ചെയ്ത ശേഷം വെയിലത്തൊക്കെ വെച്ചിട്ട് ഉണക്കാൻ വെക്കും, എന്നിട്ടേ അരയ്ക്കാൻ എടുക്കത്തുള്ളൂ. പക്ഷേ ഇപ്പം അധികം എല്ലാവരും ഇതുപോലെയാണ് ചെയ്യുന്നത്. ഇതും ഒരുപാട് മാസങ്ങൾ, 6-7 മാസങ്ങളോളം കേടാവാതെ നിൽക്കും. നല്ല ഗ്ലാസ് ജാറിൽ വെച്ച് നീറ്റായിട്ട് വെച്ചാൽ മതി. അങ്ങനെ കുറച്ച് നേരം മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫാക്കാം. ചൂടാറിയ ശേഷം മാത്രമേ ഗ്ലാസ് ജാറിലിട്ട് വെക്കാവൂ. അങ്ങനെ വളരെ സിമ്പിൾ ആൻഡ് ഈസിയായ തക്കാളി അച്ചാർ റെഡിയായി കഴിഞ്ഞു. നമ്മുടെ ചാനലിൽ തന്നെ ആന്ധ്ര സ്പെഷ്യലായ പഴുത്ത മുളകിൻ്റെ അച്ചാറും ഉണ്ട്. അപ്പോൾ അച്ചാർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ശ്രമിച്ച് നോക്കുക. നല്ല സ്പൈസി ആൻഡ് പുളിയൊക്കെ ഉള്ള അച്ചാറായിരിക്കും. So that's all for today. Please do subscribe and support me. Thank you so much for watching. See you all with another video. Bye bye.